ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴമയുള്ളൊരു മധുരപലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അണ്ടി മുന്തിരിയെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങൂലേ, ആ അണ്ടി നമുക്കൊന്ന് വീട്ടിൽ തന്നെ വറുത്തെടുത്ത് ഉണ്ടാക്കി നോക്കിയാലോ. അങ്ങനെ വറുത്ത് പൊട്ടിച്ച് കുറച്ച് പരിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് വെച്ച് നമുക്കൊരു പലഹാരം ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി 1.5 കപ്പ് അരി കഴുകി വറുത്തെടുത്തിട്ടുണ്ട്. 3 കപ്പ് അണ്ടിപ്പരിപ്പ്, 3 തേങ്ങ ചിരവിയത്, 8 അച്ച് ശർക്കര. വറുത്ത് വെച്ച അരി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരിയെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെന്താ പഴമയുടെ രുചി എന്നല്ലേ അത് കാണാൻ കേട്ടോ ഇനി പോകുന്നത്. ഉരലും ഓലക്കൊക്കെ കണ്ടിട്ട് അവിടെ. അപ്പോൾ നമ്മൾ ഉരലിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടി ചേർത്ത് നന്നായിട്ട് ഇടിച്ചങ്ങ് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളവർക്ക് ഇടിക്കാനൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്നാലും ഈ സാധനം ഉരലിട്ട് ഇടിച്ച് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കേട്ടോ അതിൻ്റെ ഒരു പഴമയുള്ള രുചി കിട്ടുന്നുള്ളൂ. മിക്സിയിലൊക്കെ കുറേ ഉണ്ടാക്കി നോക്കി, അതൊന്നും ശരിയായില്ല. അപ്പോൾ നമ്മുടെ അണ്ടിയെല്ലാം നല്ലവണ്ണം പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പകുതി ഇതിൽ മാറ്റി വെക്കാം. ഒക്കെപ്പാടെ നമ്മൾ ഉരലിൽ കൊള്ളൂലേ. ഇനി 4 അച്ച് ശർക്കരയിട്ട് അത് നല്ല വെണ്ണം ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി വറുത്ത് പൊടിച്ച് വെച്ച അരിപ്പൊടിയും തേങ്ങയും പകുതിയായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല വെണ്ണം ഇടിച്ച് തേങ്ങയിലെയും അണ്ടിയിലെയൊക്കെ എണ്ണ നല്ലവണ്ണം പൊടിഞ്ഞു വരാൻ കേട്ടോ, അതുവരെ ഇടിക്കണം. ഈ ഇടി കുറച്ച് പാടുള്ള കാര്യമാണ്, എന്നാലും നമുക്ക് കഴിക്കണ്ടേ, അപ്പം പിന്നെ ഇടിക്കുക തന്നെ. ഇപ്പോൾ നമ്മൾ അണ്ടിപ്പുട്ട് നല്ല വെണ്ണം ഇടിഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം ഒന്ന് കോരിയെടുക്കാം. അപ്പം ഇത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഇടിച്ചെടുത്തത്. ദൂരിട്ടുമ്പോൾ എണ്ണ അങ്ങനെ ഒലിച്ച് വരുമായിരുന്നു കേട്ടോ, അതുവരെ ഇടിക്കണം, എന്നാലേ നല്ല സെറ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അണ്ടിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയും വീണ്ടും കാണാം.